ഹലോ. ഇന്ന് കുറച്ച് ജീവനുള്ള കായൽ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് 2-3 എണ്ണം പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുഞ്ഞിൻ്റെ മുന്നിലോട്ട് വെച്ചു കൊടുത്തു. അവൻ ഇനി അത് നോക്കിക്കൊണ്ടിരുന്നോളും. ആ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന് തലയും വാലും കട്ട് ചെയ്ത് കാലും കട്ട് ചെയ്ത് എടുക്കത്തതേ ഉള്ളൂ. തോട് അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അരമുറി തേങ്ങ ചിരകിയതും 12 കൊച്ചുള്ളിയും 15 കാന്താരി മുളകുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കൊച്ചുള്ളിയും കാന്താരിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തേങ്ങായും അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് ഒരു ലേശം ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി ഒരു ഇഞ്ചി കഷ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ചതച്ച് മാറ്റി വെക്കണം. ഇനി ചട്ടി എടുക്കുക. അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൊച്ചുള്ളിയും കാന്താരിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും 3 പീസ് കുടംപുളിയും 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് അടുപ്പേ വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. കൊഞ്ച് നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ ഓഫ് ചെയ്യണം. അങ്ങനെ അടിപൊളി ഒരു കായൽ കൊഞ്ച് വറ്റിച്ചത് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം.